നമസ്കാരം. വെള്ളിയാഴ്ച യുഎസ് മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.65%, S&P 500 0.54%, നാസ്ഡാക്ക് 0.44% പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. യുഎസിൽ നിന്ന് വന്ന ഇൻഫ്ലേഷൻ ഡേറ്റ ഇൻ ലൈൻ വിത്ത് എക്സ്പെക്ടേഷൻ ആണ്. ഫുഡ്, ഫ്യൂവൽ അല്പം കൂടുന്നുണ്ടെങ്കിൽ പോലും ഈ അനലിസ്റ്റുകളെല്ലാം പ്രതീക്ഷയ്ക്കനുസരിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത്. കോർ ഇൻഫ്ലേഷനിൽ കാര്യമായ ചേഞ്ച് ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് താരിഫ് മൂലമുള്ള പ്രശ്നം അധികം അമേരിക്കയെ ബാധിച്ചിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കാണ് വന്നത്. ഇതുപോലെ തന്നെ യുഎസ് GDP ഡേറ്റ നേരത്തെ വന്നിരുന്നു. അത് 3.8% ആണ്. അപ്പോൾ ഈ അൺസർട്ടനിറ്റികൾ യുഎസ് എക്കോണമിയെ ബാധിച്ചിട്ടില്ല എന്ന തരത്തിലാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ഇതുമൂലം യുഎസ് മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട് പോസിറ്റീവായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും ഏതാണ്ട് ഓൾ ടൈം ഹയർ ലെവലിലാണ് പല ഇൻഡെക്സുകൾ നിൽക്കുന്നത്. അമേരിക്കയുടെ മാത്രമല്ല ഈ ലോകത്തുള്ള പല ഇൻഡീസസുകളും ഇപ്പോൾ സൗത്ത് കൊറിയൻ, ചൈന എല്ലാ ഇൻഡീസസുകളും ഓൾ ടൈം ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. ഇന്ത്യ മാത്രമാണ് അതിലൊരു അപവാദം. കാരണം ഏതാണ്ട് ഹയർ ലെവലിൽ നിന്ന് 2000 പോയിന്റോളം താഴെയാണ് നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ അമേരിക്കൻ മാർക്കറ്റിൽ ഗവൺമെന്റ് ഷട്ട് ഡൗൺ അങ്ങനത്തെ ഒരു അവസ്ഥ അമേരിക്കയിൽ ഇടയ്ക്ക് ഇങ്ങനെ നേരിടാറുണ്ട്. അമേരിക്കൻ ഈ ഫെഡറൽ ഗവൺമെന്റ് പ്രവർത്തനങ്ങളുടെ ഏജൻസികളുടെയും ഒക്കെ പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ ഒക്കെയുള്ള ഒരു ഫണ്ടിങ്ങിന് അടച്ചുപൂട്ടലിന് കാരണമായേക്കാവുന്ന ഒരു ഫണ്ടിങ്ങിന്റെ ഒരു ഗ്യാപ്പ് അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇതിനു മുമ്പ് ട്രംപിന്റെ ഭരണകാലത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിലൊരു ഗ്യാപ്പ് ആ ബില്ല് പാസ്സാകാതെ വരുമ്പോഴാണ് ഈ ഗവൺമെന്റ് ഷട്ട് ഡൗൺ എന്ന് പറയുന്നത്. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ഗവൺമെന്റ് ഫണ്ടിങ് നൽകുന്നതിനുള്ള ഒരു ധനസഹായം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണം പാസ്സാക്കുന്ന രീതിയാണ്. ഇത് പരാജയപ്പെടുമ്പോഴാണ് ഇങ്ങനത്തെ ഈ അവസ്ഥ ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു അവസ്ഥയാണ് ഇപ്പം യുഎസിൽ ഉള്ളത്. ഇപ്പോൾ സെനറ്റ് അത് പാസ്സാക്കേണ്ടതുണ്ട്. പാസ്സാക്കാൻ വേണ്ടിയിട്ട് റിപ്പബ്ലിക്കൻസിന്റെയും ഡെമോക്രാറ്റിന്റെയും മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അതിനിടയ്ക്കൊരു ഷോർട്ട് ബില്ല് പാസ്സാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതേ സംബന്ധിച്ചുള്ള വാർത്തകൾ അമേരിക്കൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ശ്രദ്ധിക്കുക. ഇനി നാളെ നമ്മുടെ ഇവിടെ മന്ത്ലി എക്സ്പയറി ആണ്. ഇപ്പോൾ GNX നിഫ്റ്റി ഏതാണ്ട് 100 പോയിന്റോളം പ്ലസ് ആയിട്ട് ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് നിൽക്കുന്നത്. മാർക്കറ്റിൽ 25, 300, 400 ലെവലുകളിൽ ഒരു സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ഒരുപക്ഷെ അവിടുന്ന് തിരിച്ച് കയറാനുള്ള ഒരു കാരണമായേക്കാം. ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ 6ഓളം ദിവസങ്ങളായിട്ട് നെഗറ്റീവിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള ന്യൂസ് ഉണ്ട്. യുഎസ് മാർക്കറ്റിൽ നിന്ന് വരുന്ന ന്യൂസ്, അതായത് ഇന്ത്യയോട് റഷ്യയിൽ നിന്നുള്ള ഓയിൽ പൂർണ്ണമായിട്ട് നിർത്തണം എന്ന തരത്തിലുള്ള ആവശ്യപ്പെട്ടുള്ള ഒരു ഭീഷണിയുടെ തരത്തിലുള്ള ഒരു ഒഫീഷ്യൽസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ ഇറാനിൽ നിന്നും വെനസ്വേലയിൽ നിന്നും ഓയിൽ ഇറക്കുമതി ചെയ്യാൻ യുഎസ് അനുവദിക്കണം എന്നുള്ള തരത്തിലുള്ള കമന്റുകളും ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ ഫാർമ മേഖലയിൽ 100% താരിഫ് ഏർപ്പെടുത്തിയത് അത് ശരിക്കും ഒരു ഓവർ റിയാക്ഷൻ ആണ് ഫാർമ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും ഇന്ത്യയിൽ ഏതാണ്ട് 10ഓളം പ്രധാനപ്പെട്ട ഫാർമ കമ്പനികളിൽ 7ഓളം കമ്പനികൾക്കും അമേരിക്കയിൽ മാനുഫാക്ചറിംഗ് പ്ലാൻ ഉണ്ട്. അപ്പോൾ അവർക്ക് ഈ താരിഫ് മൂലമുള്ള എക്സംഷൻ കിട്ടുന്നതാണ്. സൺഫാർമയാണ് ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ നിന്നുള്ള ഇൻകം പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇൻകം ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയെ കാര്യമായിട്ട് ഈ മാർക്കറ്റ് റിയാക്ട് ചെയ്തതുപോലെ ഫാർമ സെക്ടറിലെ താരിഫ് അഫക്ട് ചെയ്യാനുള്ള സാധ്യതയില്ല. ചൈന സീറോ ഡ്യൂട്ടിക്ക് ഇന്ത്യയിലെ ഫാർമ കമ്പനികൾ മരുന്ന് അവിടെ എത്തിക്കാനുള്ള രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ന്യൂസും വരുന്നുണ്ട്. ഇനി ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റകൾ IEP ഡേറ്റയാണ്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് റേറ്റിനെ സംബന്ധിച്ചുള്ള ഇന്ത്യയിലെ ഡേറ്റ വരുന്നുണ്ട്. അതുപോലെ 8 കോർ സെക്ടറുകളെ സംബന്ധിച്ചിട്ടുള്ള ഡേറ്റ വരുന്നുണ്ട്. ഇനി അമേരിക്കയിലെ ഹോം സെയിൽസ് ഡേറ്റയും ഇന്ന് വരുന്നുണ്ട്. ഇനി പ്രധാന